ചായ റെഡിയായില്ലേ? ഇതാ അരി കഴിച്ചല്ലേ വെച്ചിനി. പതിനഞ്ചാണ് എന്ത് സെൽഷ്യസ്. മായില് പെട്രോൾ റേറ്റ് ടിപ്പറ വരുമ്പോഴാണ് ഒരാൾ മിസ്സിങ്. ഹലോ ഗൈസ്, മൂന്നാർ ട്രിപ്പിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഈ സംസു, നമ്മുടെ ഡ്രൈവർ ജമാൽ ഭായ്, അതുപോലെ തന്നെ ഷിയാബ്, സാബിത് ഭായ്, സിദ്ദീഖ്, സവാദ്, പിന്നെ റിജു, പിന്നെ നമ്മളെ കലീമു, നജീബു, പിന്നെ നമ്മുടെ ജാബി. അപ്പൊ നമ്മ മൂന്നാറിലേക്കാണ് പോകുന്നത്. സഫീറിന് ചെല്ലില്ല, ജഡ്ജാണ് കൊല്ലല്ലേ വരുത്തന്നെ, ഒരിക്കലും റിപ്പീറ്റ് ആക്കില്ല. അപ്പൊ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും. പുഷ്പ മിസ്സിങ് എന്തായാലും അവന്റെ ഉമ്മ ഒറ്റക്കുള്ള, അവന്റെ അനിയോ മാലിട്നി, അതുകൊണ്ട് അവന് വരുന്നതില്ല. ഇല്ല കുറേ ട്രൈ ആക്കി ആരെങ്കിലും നിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് പുഷ്പ വരാതിരിക്കും കാരണം. കുറേ ആരെങ്കിലും കിട്ടുന്ന കാലത്ത് നോക്കി കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഉമ്മ നൽകിയിട്ട് വരുന്നത് ശരിയാകുന്നില്ല. അങ്ങനത്തെ ട്രിപ്പ് വേണ്ട ചെലുത്ത് അവനെ ഞങ്ങൾ വിളിച്ചോണ്ട് വന്നിട്ടില്ല. ഫുൾ വൈബ്, ഫുൾ മജ. അപ്പൊ നെക്സ്റ്റ് ട്രിപ്പിൽ ഇൻഷാല്ല പുഷ്പനെ വിളിച്ചോണ്ട് പോവാ. അപ്പൊ നെക്സ്റ്റ് പുഷ്പന്റെ ചെല്ലി ബേജാറാക്കണ്ട, ഉമ്മ ഞങ്ങൾക്ക് വരുന്ന വേണ്ട. ചിലപ്പോൾ നെക്സ്റ്റ് ഒരു ട്രിപ്പിൽ പുഷ്പ ഉണ്ടാവും. അപ്പൊ ഈ ട്രിപ്പ് ഞങ്ങൾ പോയിട്ട് വരുന്നത് ഗൈസ് മജ. രണ്ട് ടീമിന്റെ ക്യാപ്റ്റൻസ് ഉണ്ട്. ഇതൊരു ടീം, സിദ്ദീഖ് ഭായ് ക്യാപ്റ്റനാ. ഇതൊന്നും ഇത് സക്കീർ ഭായ് ഷഫീർ ഭായ് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, ടോസ് നടക്കുന്നത്. സരിഗമ ಸುಂದರವಾದ ಸೂಜಿಗವೆಲ್ಲ ಏನೋ ಹೇಳುತ್ತಿದೆ, ರೂಪಕವೆಲ್ಲ ಹಾಕುತ್ತಿದೆ, ರೂಪಕವೆಲ್ಲ ಅವಡಕ್ಕೆ ಸಾಪಿಲ್ಲ. ಇಲ್ಲ ಇಲ್ಲ ಅಲ್ಲ, ಫಸ್ಟ್ ಪಲ್ಲವಿ ಪಾಡಿ, ಫಸ್ಟ್ ಸ್ಟಾರ್ಟಿಂಗ್ ಅದು ಏನು ವಾಡಕ್ಕೆ ಎತ್ತಿಚ್ಚಿ ನೀ ಎಂಡಿ ಬಾರೋ ಬಾರೋ ಕಲ್ಯಾಣ ಮಂಟಪಕ್ಕೆ ಬಾ, ಮಂಟಪಕ್ಕೆ ಬಾ, ಗಿನಿಯೇ ಬಣ್ಣದ ಗಿನಿಯೇ, ನವಿಲೇ ಪಂಚರಂಗಿ ನವಿಲೇ, നിന്റെ കലകല കണ്ണിൽ തമരപ്പൂവ തേനിലാവോ. എന്നെ മുഖമാടിയത് എങ്ങനെ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. മഞ്ഞിലെത്തി മധുകൾ പാടി പുതുനാരിയേ, ಚಂದ್ರನೀಗ ಇಲ್ಲೊಂದು ಚೂರು ಅಲ್ಲೊಂದು ಚೂರು ಒಂದಾಗಬೇಕು ಬೇಗ. ಸರಿ ನೋಡಿ
ನಿನಗೂ ಚೈತ್ರವೇ ನಿಂಗಳ ಈ ಪ್ರೀತಿಯ ಕಳೆಯಲು ಸಾಧ್ಯವೇ ಸಾಧ್ಯವೇ ವಾ 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 ಸಾಧ್ಯವೇ ಎಸ್ മദ്രസയിൽ പഠിച്ച പാട്ടല്ലേ പാടുക നാല് എത്ര പാട്ട് ഗൈസ് ഞമ്മ മായിലേക്ക് എത്തി. മായിൽ പെട്രോൾ പമ്പിലാണുള്ളത്. 83 പൈസ 93 റുപ്യ 92 പൈസ. കോഴിക്കോടെത്തി. പരിപ്പുവട ചായ കുടിക്കാൻ പറ്റില്ല. മണി എത്രയാ? 3:20. ഗൈസ് മജന്തല്ലെങ്കിൽ ഞങ്ങൾ ഒരു തൃശ്ശൂർ ഒരു 7 കിലോമീറ്റർ ബാക്ക് നിപ്പിച്ചിട്ട് പള്ളി ഉണ്ടായി. അവിടേക്കെല്ലാം കയറ്റി ഞങ്ങളെല്ലാം വന്ന് ബസ്സിൽ കയറ്റി ഇപ്പുറം വരുമ്പോഴേക്കാണ് ഒരാൾ മിസ്സിങ്. ആര്? സെപ്പീർ. നോക്കുമ്പോൾ ഇല്ല. പിന്നാണ് അറിയുന്നത്. ഒരു കോൾ വിളിച്ചായിരുന്നു. ഞാൻ ബാക്കിയായി എന്തില്ല. അങ്ങനെ ഞങ്ങൾ എന്നെ ഓർമ്മയാക്കിയിട്ട് വണ്ടി റിട്ടേൺ വിളിച്ചുകൊണ്ട് ഞാൻ പോയി. ഞങ്ങളുടെ ഒരു ചായൻ്റെ അവിടെ സ്പോട്ടിൽ എത്തിക്കുന്നു. അപ്പോൾ സെപ്പീർ ഒരു കോൾ വിളിച്ചിട്ടില്ല നമുക്ക്. അവൻ്റെ അവസ്ഥ എന്തെന്ന് അറിയില്ല. പള്ളിയിൽ വെച്ച് ഫുള്ളും ജാബിയെ മൂന്നാർക്ക് പോകുന്നല്ലേ? മൂന്നാറിൽ 15 എന്ത് സെൽഷ്യസ്. അപ്പൊ നീ എന്ത് ചെല്ലുന്നുണ്ട്? ഞാൻ മൂന്നാർക്ക് പോയിട്ട് ഇതേ ഒരു കണക്ക് നാട്ടല്ല ചെല്ലുവാണ്. കണക്ക് ഇത് എന്താണെന്നില്ല ഈ ഏരിയ. സെപ്പീർ എന്തല്ല എനിക്ക് തണുക്ക് ഓനി. അങ്ങനെ നമ്മളൊരു പള്ളിക്കെത്തിയിട്ട് കൂടെ സോപ്പയ്ക്കത്തെ നാശമായിക്കൊണ്ട് ചായയെല്ലാം വെച്ച് ഗ്യാസിൽ. അപ്പോൾ ആ സീനെല്ലാം നാശത്തിൻ്റെ സീൻ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ കൂറ് കാണിച്ചിട്ട് തന്നെ ബാറ്റാകുമ്പോഴത്തെ സഹിച്ചിട്ടില്ല. ഒറ്റൊന്നും നാശ ആക്കുന്നു കാണിച്ചിട്ടില്ല. കുക്കറിൽ തിളക്കുന്നു ചായ വെച്ചതെല്ലാം കാണിക്കാം. ചായ റെഡി ആയല്ലേ? കറി തളിച്ചോണ്ടു. ഹലോ ഗായ്സ്, മൂന്നാർ എത്തനാട്ടി മുന്നേ ഒരു ഡാം ഉണ്ട്. ഡാമിന്റെ പുഴന്റെ തണ്ണി വരുന്നത്. ട്രിപ്പ് പോയെങ്കിൽ കുളിക്കാനുള്ള പ്ലേസ് കിട്ടുന്നു. അപ്പൊ ഇവിടെ അല്ലെ ഊട്ടി കൊമ്പളം കിട്ടി. അപ്പൊ ഇവിടെ ഒരു മച്ച അല്ല പിന്നെ ജമാലിക്ക് മനസ്സായി. വേറെ കടിച്ചിന് ചെപ്പേര്. എന്റെ ചെരുപ്പിൽ മണ്ണ കതിക്കോണോ അല്ല വീഡിയോ പറഞ്ഞല്ല. ഹലോ ഗായ്സ്, നമ്മോടെ കാണിക്കാൻ പോകുന്നത് എന്തോ ഈ പുഴയില്ലേ, ഇതിന്റെ ഒരു സംഭവം ഉണ്ട്. ഭയങ്കര സംഭവം. 2018 പ്രളയം വന്നില്ലേ, അപ്പൊ ആ സ്റ്റോറിയിൽ നമുക്ക് കൈയാളി എന്ത് പെരിയാർ ഡാം ഒന്ന് വരുന്ന തണ്ണി. ഏട്ടാ ഇത് മുല്ലപ്പെരിയാർ ഡാം വരുന്ന വെള്ളമല്ലേ? മുല്ലപ്പെരിയാർ ഡാം 214 കിലോമീറ്റർ. 214 കിലോമീറ്റർ. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് 2018 പ്രളയം വന്നില്ല ഏട്ടാ. അതിനെ പറ്റി 214 അല്ല കേട്ടോ, 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ ആണ് ഇതുള്ളത്. ഏത് നമ്മളെ ഈ പെരിയാർ 244 കിലോമീറ്റർ. സോറി 244. ഓക്കെ ഏട്ടാ, അന്ന് പ്രളയം വന്നപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞേ? അതൊന്നും അന്ന് ഇവിടെ കുറെ വീടുകളൊക്കെ പോയി. എല്ലാരെയും സഹായിക്കാൻ ഞാൻ എല്ലാ വീടുകളിലും ചെന്നതാ. അത് ശരി. എന്റെ ബൈക്കും നഷ്ടപ്പെട്ടു പോയി. ബൈക്ക് നഷ്ടപ്പെട്ടു. വെള്ളം എത്ര മുകളിൽ വന്നിന്? വെള്ളം ഇതിന്റെ മുകളിൽ വന്നു. ഒരു എക്സാമ്പിൾ പറയുന്നെങ്കിൽ അവിടെ അതിന്റെ മുകളിൽ പോയി അല്ലേ? അതിന് മേളിൽ പോയി. അവിടെ മേളില് അങ്ങോട്ട് പിടിച്ചു. നിങ്ങൾ ഒരു എക്സ്പേർട്ട് നീന്തക്കാരനല്ലേ? അപ്പൊ കുറെ പേർക്കാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിന. ഇവിടെ
ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പുഴയിൽ വരുന്ന ശവങ്ങൾ ഒക്കെ ഞാനാണ് എടുത്ത് കൊടുത്തോണ്ടിരുന്നത്. നമുക്ക് ആ പാലത്തിന്റെ ഒരു സംഭവം പറഞ്ഞു തരാം. പാലത്തിന്റെ പാലം ഝാൻസി റാണി പണിതാണ്. 214 കിലോമീറ്റർ അല്ല 214 മീറ്റർ നീളമുണ്ട് ഈ പാലത്തിന്. 8.9 മീറ്റർ വീതിയുള്ളൂ. എത്ര ഇസവില് അറിയോ? അതിന്റെ കാലിന്റെ അളവ് നിങ്ങൾ തന്നെ എടുത്തോ. 1, 2, 3. ഈ പാലത്തിന് പാലത്തിന് 1935 പണിത. 35 പണിതത് അല്ലേ? 65 + 25 70 80 90 അല്ലേ? 90 വർഷം. മറ്റേ എത്ര ആന പോയതാണ് നിങ്ങൾ പറഞ്ഞു? ആന എത്ര പോയി? 40 ആന പോയിട്ട് ഝാൻസി റാണിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഝാൻസി റാണിയുടെ പേരിലാണ് ഈ പാലം കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് ചെല്ലുമ്പോ ഒരു വലിയ വളവുണ്ട്. ആ വളവില് ഒരു റാണിക്കല്ല് എന്ന് പറഞ്ഞൊരു വളവാ. ആ വളവില് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അവിടെ അതിന്റെ എല്ലാ ഡേറ്റ് ഓഫ് ബർത്തും എഴുതി വെച്ചിട്ടുണ്ട്. അത് 40 ആന പോയിട്ട് ഒന്നും ആവാത്ത പാലമാണത്. മനസ്സിലായല്ലേ? അത് പിന്നെ ഇപ്പൊ 400 ടണ്ണ് കയറ്റി പോണ വണ്ടിയും ഇതിലെ പോകും അല്ലേ? കാണുന്ന മലയില്ല, അത് ഏത് മലയാട്ടാ? അത് അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇഞ്ചത്തൊട്ടി മലയാണ്. ഈ മല കഴിഞ്ഞ ഇതിന്റെ അപ്പുറത്ത് മാമലക്കണ്ടം. അങ്ങനെ പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണോ? അല്ല, മാമലക്കണ്ടം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലത്തിന്റെ പേരാണ്. അത് മറ്റേ പ്രളയത്തിന്റെ ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചെറിയൊരു കുന്നും കൂടി ഇറങ്ങി കഴിയുമ്പോ മാമലക്കണ്ടം പക്ക സ്ഥലമാണ്. അല്ല, അതൊക്കെ പ്രളയത്തിന് ഇങ്ങനെ മണ്ണ് താഴോട്ട് വന്നതാണ്. അല്ല, പ്രളയത്തിന് അവിടെയല്ല പൊട്ടിയത്. അത് താഴെ ഭാഗത്തായിട്ട് ഇഞ്ചത്തൊട്ടി ഭാഗത്ത് പൊട്ടിയായിരുന്നു. പക്ഷെ അത് താഴെ എത്തിയില്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ കുറെ മരങ്ങളൊക്കെ തടഞ്ഞു നിർത്തി ഭംഗിയായിട്ട് രക്ഷപ്പെട്ടു. പിന്നെ താങ്ക് യു ഒരുപാട് നന്ദി കേട്ടോ നിങ്ങൾ പറഞ്ഞു തന്നെ ഇതുവരെ. ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് അപ്ലോഡ് ചെയ്ത പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പ്രശ്നമില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. ഇവിടെ ശവക്ക് ഇത് പോയെന്ന് എടുക്കുന്ന ആളാണ് ഇയാൾ. പറഞ്ഞു ഓക്കെ. ചങ്ങായിമാരെ, ഞമ്മ മൂന്നാറെത്തിയിട്ട് ഒരു റിസോർട്ടെല്ലാം എടുത്തിന്. അതിനായിട്ട് മുന്നേ ബുക്കിംഗ് ആയിട്ട് വന്നില്ലോ റിസോർട്ടെല്ലാം. ഇവിടെ തീ പോലത്തെ റേറ്റ് ചെന്നു. ഗായ്സ്, മൂന്നാറിൻ്റെ വൈബിലാണുള്ളത്. മൂന്നാറിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ മല എന്നൊരു തണ്ണി വരുന്ന ജാഗ്രത. ഇവിടെ ഞമ്മ എന്താക്കുന്നത്, ഫുഡാക്കാൻ റെഡിയായത്. ഐറ്റമെല്ലാം ഇതിലുണ്ട്. പാത്രം, ചേരി, നമ്മളെ അരിപ്പ. ഇതാണ് അളവിൻ്റെത്. നമ്മളെ ചോറും സിദ്ദീഖ് ഭായാണ് ഇപ്പം നമുക്ക് ചോറ് വെച്ചുകൊണ്ടുള്ളത്. പിന്നെ അരി ഇതാ, അരി കയറ്റെല്ലാം വെച്ചിനി. സംശയം തൊടാൻ പോയ അല്ല കത്തിക്കൊണ്ടു കാണുന്നില്ല, തീ കാണുന്നില്ല. ചോറ് റെഡിയാക്കണം പ്ലാൻ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞമ്മ സ്റ്റേ ആകുന്ന റിസോർട്ട്. അടിപൊളി സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ട്. ബാക്ക് വ്യൂ എല്ലാം അടിപൊളി വ്യൂ. റെൻറ്റ് ചെല്ലെങ്കിൽ ഒരു 1.5 ചെൽറ്റ് ഗുണമില്ല, നല്ല എമൗണ്ടും. അപ്പോൾ ഇതൊരു ഗുഹേൻ്റെ ഉള്ളിലെല്ലാം റൂമെല്ലാം ഉണ്ട്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. അടിപൊളിയായി. പിന്നെ ഞങ്ങളുടെ എല്ലാ കളിയും കളിച്ച്. പിന്നെ സൊബൈക്കത്തെ കൊടുത്തൊരു വ്യൂ ഉണ്ട്. ഒരു 1.5 ചെൽറ്റ് ഗുണമില്ല, മജയാക്കി. അങ്ങനെ ഞങ്ങൾ എന്താക്കി, സീത ചായത്തോട്ടത്തിലേക്ക് പോയി. ചായത്തോട്ടത്തിൽ ഫുള്ള് മജയായി. ഒരു ബസ് വരുന്ന കണ്ട് അങ്ങനെ അവിടെ നിന്ന് എന്താക്കി, ഞമ്മ സീത റൂമിലേക്ക് പോയി. ബാക്ക് ഉറങ്ങി.